പ്രിയപ്പെട്ടവരെ നമസ്കാരം. കാലത്ത് തന്നെ ഭയങ്കര മഴയാണ്. എനിക്ക് ഭയങ്കര ചുമയാണ്. ഇന്നലെ വീഡിയോ ഇടുന്നില്ല. എനിക്ക് ചുമ, ജഗുവിന് ഒരു 3-4 ദിവസമായിട്ട് പനിയാണ്. പനി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊന്നും പോയിട്ടില്ല. എന്തുകൊണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ക്ലാസ്സിൽ ഒരു കുട്ടി പനിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, ഇവൻ്റെ ബെഞ്ചിൽ ഇരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അപ്പോൾ അതിന് കിട്ടിയതാ. ആ ബെഞ്ചിലത്തെ എല്ലാ കുട്ടികൾക്കും പനിയായി. ഇപ്പോൾ വേറെയും കുറേ പേർക്ക് പനിയായി. പിന്നെ അവന് ചുമയുണ്ട്. അപ്പോൾ ചുമ കൂടിയപ്പോൾ പിന്നെ സ്കൂളിൽ പോയിട്ടില്ല. ഇപ്പോൾ ഒരാഴ്ച ഇപ്പോൾ സ്കൂൾ അല്ല, ഒരാഴ്ചയില്ല, ഇന്നിപ്പോൾ വ്യാഴാഴ്ചയില്ലേ, 5 ദിവസമായിട്ട് സ്കൂളിൽ പോയിട്ടില്ല. പിന്നെ ഇന്ന് പഠിത്തമില്ലല്ലോ, ഇന്ന് മുടക്കല്ലേ. മഴ കാരണം ഭയങ്കരമായിട്ട് ഇന്ന് നോക്കി കാലത്തൊട്ട് മഴ ചെയ്ത് നമ്മുടെ ഈ വഴിയിൽ ഇവിടെ നോക്കിയാൽ വെള്ളം വരാത്തതാണ്. ഞാൻ പേപ്പർ എടുക്കാൻ പോകട്ടെ, സമയം കാലത്ത് 6:45 നോക്കണ്ട ചുമയാണ്. കാരണം വീഡിയോ എടുക്കാനായിട്ട് ഒരു ഉഷാറില്ല. ഒരു നേരിട്ടിട്ടില്ല, സരിതിയും ജഗ് നേരിട്ടിട്ടില്ല. എല്ലാ സ്ഥലത്തും ഉണ്ട് പനിയും ചുമയും. എന്താ ചൊക്കെ വെള്ളമാണ് വഴിയിൽ. ഇന്നത്തെ ഒരൊറ്റ മഴയ്ക്ക് പുഴ പോലെ ഈ വെള്ളത്തിൽ കൂടെയാണ് ഞാൻ നടക്കുന്നത്. നോക്കി വെള്ളക്കെട്ടാണ് ഇവിടെ. സജീവ മിയാവാക്കിയാണ് കാണുന്നത്. മിയാവാക്കി എല്ലാം വലിയ മരങ്ങളായി. സാധാരണ പനി വരുന്നുണ്ടെന്നുകൊണ്ട് വെള്ളത്തിൽ ഇങ്ങനെ കിടന്ന് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടി പനിയാവും നമുക്ക്. ഒറ്റ മഴയ്ക്ക് പേപ്പറുകാരൻ ഇങ്ങോട്ട് വരില്ല. പേപ്പറുകാരൻ നമ്മുടെ ഗേറ്റിൻ്റെ അവിടെ എല്ലാ വീട്ടിലെ പേപ്പർ അവിടെ പൊത്തിൽ വെച്ചിട്ട് പോവും. കയറി നടക്കാം. കണ്ട പിന്നെ അവിടെ പേര ചില്ലൊടിഞ്ഞു വീണു. കറണ്ട് കമ്പിയിലല്ല, ഇവിടുത്തെ മറ്റേ കേബിളില്ലേ, മറ്റേതാ ഈ കനം കൂടിയ കേബിളാണ് മറ്റേ കറണ്ടിന് ഇട്ടുകൊണ്ടത്. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പിയായിരുന്നു. കമ്പി ഇതാണ് നമ്മുടെ പൊത്ത്. കണ്ട ഈ പൊത്തിലാണ് പേപ്പറുകാരൻ ഇത് കൊണ്ടുവരാം. പേപ്പർ വന്നിട്ടില്ലേ? ഇന്നത്തെ പേരക്കായ അടിപൊളിയായിട്ടാ. പേരക്കായ വീണ് ഞാൻ അത് വന്ന് പേരക്കായ വീണതേ. ആ ചൂല്, കുറെ ചൂല് അവിടെ ഉണ്ട്. ഞാൻ ഇന്ന് വരാമ. ആള് കേട്ടൻ വീട്ടിൽ വന്നില്ല, ഞാൻ മറന്നിട്ടാ. ചന്ദ്രേച്ചിയാ, ചന്ദ്രേച്ചിയുടെ ചേച്ചിയാണ് വലസലേച്ചി. ചൂല് ഉഴിഞ്ഞ് കൊടുക്കും. ആള് നാളെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ചൂല് വേണമെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അയ്യോ മഴ തൂടി തുടങ്ങിയിട്ട് ഞാൻ കോട എടുത്തില്ല. അയ്യോ തോട്ടത്തെ വെള്ളമൊക്കെ ഉണ്ട കലങ്ങി മറിഞ്ഞിട്ടാണ് പോണത്. ഒഴിച്ചിട്ടാണ് പോണത്. അയ്യോ ഓട നിർത്തിയുള്ള സജീവിൻ്റെ ഇടയ്ക്ക് ഓടാ. മഴ പെയ്തു. ഈ മഴയും കൊണ്ട് കഴിഞ്ഞിട്ട് ഞാൻ പണിയാവും നമുക്ക്. കട്ട കുത്തിയിട്ടായി. നല്ല ഇരുട്ടായി. മഴ തീ കുറഞ്ഞുണ്ട്. അപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവാം. പേപ്പറുകാരൻ ഇപ്പോൾ വരും തോന്നില്ലേ. ഒരു മോട്ടർ അടിക്കുന്ന കണ്ണാറ്റി മോട്ടർ അടിക്കുന്നുണ്ട്. മോട്ടർ അടിക്കുന്ന ശബ്ദം പേപ്പറുകാരനെ ഇപ്പോൾ വരും തോന്നില്ല. അങ്ങനെ മഴ കൊണ്ട് നനഞ്ഞ് ഉണ്ടാവും. ഇത് കൂട്ടണ്ട അതന്നെ. സരിതിക്ക് മാത്രമേ അസുഖമില്ലാത്തുള്ളൂ.
മഴ കൊള്ളാൻ പോയി തന്നെ കാലത്തിന് ഞാൻ വെള്ളം ചെയ്തേക്കാം. മഴ പോയി എന്നറിഞ്ഞത് എടുത്തിട്ട് പേപ്പർ എടുക്കാൻ പോകണം. അതിന് മുന്നേ നമ്മുടെ ഒരു ഇത്തവണ റംബൂട്ടാനില്ലേ, റംബൂട്ടാൻ ഒരു 10-25 കിലോ റംബൂട്ടാൻ കിട്ടുന്നുണ്ടായിരുന്നു. അത്രയ്ക്കധികം റംബൂട്ടാൻ നമ്മുടെ ഇതുമുണ്ടായി. പക്ഷേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കില്ലേ, ആ നോക്കി ഒക്കെ കൊഴിഞ്ഞുവിടുക. തരി തന്നെ വിളിക്കുന്നുണ്ട് കണ്ട, ഒക്കെ കൊഴിഞ്ഞുവിടുക. പിന്നെ നമ്മുടെ അണ്ണാർ കണ്ണന്മാർ ആ ദേവനും ആ കരുത കാപ്പി കൊണ്ടിരുന്നു എനിക്ക്. അതായത് ജഗ്ഗോടിരിക്കണണ്ട ആ ലൈറ്റ് ഇട്ടുണ്ണി, ലൈറ്റ് ജഗ്ഗുവിന് പനി, ചുമ, കഫക്കെട്ട്. ഡോക്ടറെ കണ്ടു, മരുന്ന് കഴിച്ചു, പനി കുറഞ്ഞു. ചുമയും കഫക്കെട്ടും കുറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. പോയിട്ടില്ലേ ഒരാഴ്ചയായിട്ട്? ഇന്ന് മുടക്ക, ഇന്ന് മഴക്കാലം മുടക്ക. ട്യൂഷനുണ്ട്, ട്യൂഷന് പോകണം വിചാരിച്ച. പക്ഷെ കാലത്ത് ഭയങ്കര മഴ എന്ന് പറഞ്ഞാലേ, പിന്നെ ഈ മഴയത്ത് തണുപ്പത്ത് പോയിട്ട് ഇനി കൂടണ്ടാന്ന് വിചാരിച്ചപ്പോ ഒരു ദിവസം കൂടി നല്ല ചുമയുണ്ടേ, ഭയങ്കര കഫം നിറഞ്ഞിട്ടേ. ഡോക്ടറെ കണ്ടുട്ടാ, ആശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ടു. അടിപൊളി ചുമയാ. അതൊന്നല്ല, ചുമയും പനിയൊന്നും നല്ല വിഷമോ. വെയിറ്റ് കുറഞ്ഞു, 49 കിലോ ആയതായിരുന്നു, ഇപ്പൊ 46 ഇപ്പൊ ഇന്ന് കാലത്ത് അത് എന്നോട് ഒന്ന് പറഞ്ഞേ. ഞാൻ പറ ആദ്യം അസുഖം മാറട്ടെ, അസുഖം മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ ശരിക്കും കഴിച്ചു തുടങ്ങുമ്പോൾ ഇപ്പൊ വായിക്കുന്ന ടേസ്റ്റിലാണെന്ന് ശരിക്കും കഴിക്കുന്നില്ലേ, അപ്പൊ വെയിറ്റ് ഒക്കെ പഴയ പോലെ ആയിക്കോളും. നീ ഇനി അത് ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ടെന്ന് പറഞ്ഞു. ടെൻഷനായി. കാപ്പി കുടി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റംബൂട്ടാൻ വീണ്ടും കാണിക്കണ്ടേ. എൻ്റെ ദൈവമേ, ഒരു 10-25 കിലോ റംബൂട്ടാൻ കിട്ടേണ്ട ഇക്കൊല്ലത്തെ വിളവെടുപ്പ് കിട്ടേണ്ടതായിരുന്നു. ചൂടും ഇതിന് ഭയങ്കര ചൂടും പറ്റില്ല, മഴയും പറ്റില്ല, വെള്ളം കെട്ടിക്കാനും പാടില്ല. അണ്ണാർക്കണ്ണന്മാർ മാന്തും കണ്ട. പിന്നെ ഇവിടെ പഴുക്കാവരെണ്ണത്തെ സമ്മതിക്കില്ല. ഇപ്പൊ കുറെ അല്ല ചിലരൊക്കെ ഉണ്ട്. ഇതൊക്കെ മാന്തി തന്നെ കണ്ട, ഇതൊക്കെ മാന്തി. പിന്നെ കുറച്ചെണ്ണത്തിൽ ഞാൻ റംബൂട്ടാനേ 6 റംബൂട്ടാനുണ്ട്. അതിന്മേൽ ഞാൻ കുറേയൊക്കെ കിട്ടി, കുറെ പരീക്ഷണം നടത്തുന്നുണ്ട്. കുറേ കൂട്ടി സംരക്ഷിക്കാൻ പോവാ. ഈ റംബൂട്ടാൻ ഇത് ചെറിയ റംബൂട്ടാൻ കണ്ട, ഇന്ന് നിറയുണ്ട്. എല്ലാം അണ്ണറ കണ്ണന്മാർ കൊലയായിട്ട് കണ്ടില്ലേ, ഒക്കെ നശിപ്പിച്ച കണ്ട. ഇതിങ്ങനത്തെ ഉറ കെട്ടിയിട്ട് അണ്ണാർ കണ്ണന്മാർ മാന്താണ്ടിരിക്കാൻ മൂത്ത തമ്മിലൊക്കെ കെട്ടിയിട്ടു, ഇങ്ങനെ കെട്ടിട്ടു. അതിന് മൂത്തിട്ട് അല്ല, അതിൽ ചിലത് നോക്കിയത് മൂത്തിട്ടില്ല. നോക്കിയത് കണ്ട, ചള്ളാകുമ്പോൾ മാന്താൻ ഒരു വലിയ ഇതുമൊന്നും മാന്താൻ വലിയ കണ്ട. അതൊക്കെ ചെറുതുകളാ, ഇതിന് വലിപ്പം വയ്ക്കൂല ഈ സാധനം. ഇതേണ്ട ആദ്യമായിട്ടാ ഇപ്പം നോക്കിയാ ഇത് പൊട്ടിച്ചു. ഇവനെ നമുക്ക് പൊളിച്ചെടുക്കാം. ഇങ്ങനെ പൊളിച്ചെടുക്കരുതാ കണ്ട, അടിപൊളി. നല്ല വലിപ്പത്, മധുരം കുറവായിരിക്കും ഇതിന്. ആ മധുരമായിട്ടില്ല നല്ല പോലെ. ഈ റംബൂട്ടാനില്ലേ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ റംബൂട്ടാനില്ലേ ഇപ്പോൾ പൊട്ടിച്ചില്ലേ, ഈ റംബൂട്ടാൻ നന്നായി പഴുക്കണം. പഴുത്ത് കഴിഞ്ഞാൽ മധുരം ഉണ്ടാവുള്ളൂ. ആ സമയം അവിടുത്തെ റംബൂട്ടാനില്ലേ അത് അത്രയ്ക്ക് പഴുക്കണ്ട, അപ്പോഴേക്കും നല്ല മധുരം. ആദ്യത്തെ കൊല്ലം റംബൂട്ടാൻ ഉണ്ടായപ്പോഴേ ഒരെണ്ണം പോലും അണ്ണാറക്കണ്ണന്മാർ തിന്നില്ല. ആദ്യമായിട്ട് ഇവിടെ അണ്ണാറക്കണ്ണന്മാർ അയിര് കളിയാ. പക്ഷെ അവര് ആരും തൊട്ടില്ല, അവർക്ക് അറിയില്ല എന്തൊരു സാധനം, ആദ്യമായിട്ട് കാണല്ലത്, മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നത്തെ കൊല്ലം തൊട്ട് അവർ കൈവച്ചു. എല്ലാവരും സ്ഥിതി തന്നെ. അപ്പം നമുക്ക് പേപ്പർ എടുക്കാൻ പോവാം വീണ്ടും. ഞാൻ അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മുടെ പേരനെ വെട്ടിയിട്ടാ, പേരനെ വെട്ടി മാറ്റി. മാതൃഭൂമി ആശുപത്രി മനോരമ. അപ്പം മാതൃഭൂമിയും മനോരമ പേപ്പറും രണ്ടാണ് നമ്മൾ വരുത്തുന്നിട്ടാ. വീണ്ടും അല്ലാണ്ട് വീണ്ടായില്ല, നമ്മുടെ കൃഷി സ്ഥലത്തേക്ക് പോയി വെക്കാം. ഇന്ന് ഇറങ്ങാൻ പറ്റാണ്ടായി. ഇനിയിപ്പോൾ ജൂൺ മാസം ഇപ്പോൾ നല്ല മഴയില്ല, ഇത് മഴ മാറിയിട്ട് വേണം നമുക്ക്
കായ്പോട്ട് എടുത്ത് കളയ്ക്കാം. അനിലേൻ്റെ വാഴകളുടെ വാഴകളുടെ കൂടെ പോകുന്നത് ആകെ മഞ്ഞപ്പായി വാഴകളെ. അനിലേൻ്റെ വലിയൊരു പപ്പ മറിഞ്ഞു വന്നിട്ടാണ്. പണ്ടം പപ്പയാണ് മറിഞ്ഞു വന്നിട്ടുണ്ട്. എന്തോരം പപ്പയായി മറിഞ്ഞു. വാഴകളൊക്കെ ആണല്ലേ മഞ്ഞപ്പായി കംപ്ലീറ്റ് വെള്ളക്കെട്ടായിട്ട്. മഞ്ഞപ്പ് നമ്മുടെ പപ്പയും പൊടിഞ്ഞു വീണുട്ടാ. ഈ പപ്പ പൊടിഞ്ഞു വീണു. പപ്പ കായ ഉണ്ടായതാണ് അടിപൊളിയിട്ട് വെള്ളത്തിൽ. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റോബസ്റ്റ് കൊലച്ചു. സന്തോഷ വാർത്ത, ശുഭലക്ഷണം. പിന്നെ ഈ സൈഡിലത്തെ കൊള്ളിയൊക്കെ വീണ്ടും വെള്ളത്തിലായി. നമ്മൾ ഞാൻ 3-4 ദിവസം മുമ്പ് കളച്ചായിരുന്നു. പക്ഷേ വീണ്ടും ഒക്കെ വെള്ളത്തിലായി. അസോള മാത്രം ഒരു കുഴപ്പമില്ലാണ്ട് നിൽക്കണോ. എനിക്ക് എത്ര വലിയ മഴ വന്നാലും വെയിൽ വന്നാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ ചാണം മുഴുവൻ അവിടെ എടുക്കണം കംപ്ലീറ്റ്. വഴിയൊക്കെ വെള്ളത്തിൽ. ഈ പപ്പയ്ക്ക് മാത്രം വലിയ കുഴപ്പമില്ല. എന്ത് പറ്റിയ പാടക്ക് എങ്ങനെയാണ് നിൽക്കണം. പിന്നെയൊക്കെ പോയി. ആ പപ്പ മറിഞ്ഞു വന്നു. ദേവരം വഴിയിൽ മറിഞ്ഞെടുക്കുന്നുണ്ട്. മറിഞ്ഞു തിരിഞ്ഞു. ഇവിടെയൊക്കെ വെള്ളമാണ്. ചീരിയും ഒക്കെ പോയി. വെണ്ടയ്ക്ക് മാത്രം വെള്ളക്കെട്ട് വന്നാലും വലിയ കുഴപ്പമുണ്ടാവില്ലെന്ന് തോന്നുന്നുണ്ട്. വെണ്ട പൊട്ടിക്കാം. വെണ്ട അയ്യോ ഓടിഞ്ഞു. അടിപൊളി വെണ്ട. വെള്ളത്തിലൂടെയാണ് നടക്കുന്നത്. ഇവിടെ വഴുതിനിയൊക്കെ കണ്ടില്ല, വെള്ളക്കെട്ടിലാണ് നിൽക്കുന്നത്. വെണ്ടയൊക്കെ വെള്ളത്തിലാണ്. പക്ഷെ വെണ്ടയുണ്ട്, വെണ്ടക്കായുണ്ട്. ഉണ്ട് കണ്ട. കത്തിയില്ലാത്തനം വലിച്ചു പൊടിക്കുക ഞാൻ. വെള്ളം വേണ്ട. അതിന്മേലൊരു വെണ്ടുണ്ട്. ഒരു പച്ച ഇത്രയും കിട്ടി. പടവലൊക്കെ നാശമായി. വെള്ളക്കെട്ടിലാണ് അത്. വെള്ളം ഈ വെണ്ടയൊക്കെ വെള്ളത്തിലാണ്. എല്ലാം വെള്ളത്തിൽ. അപ്പം മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഫുള്ള്. ഇവിടെയൊക്കെ വന്നിട്ട് എന്തൊരു ചെയ്യാനാ. ഈ വെള്ളത്തിലോ വന്നിട്ട് പങ്കേറിണ്ടിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ നമ്മൾ വീണ്ടും വീടിൻ്റെ ഇടയ്ക്ക് വരുന്നു.
ഇമ്രാനെ നടക്ക് നടക്ക്. ഇതൊക്കെ എങ്ങനെയാണ് കുഴപ്പമില്ല. വീണ്ടും മഴ തുടങ്ങി. ഞാൻ വീട്ടിലേക്ക് ഓടട്ടെ.